ഡിയനൈസേഴ്സ് വെൽക്കം ടു ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ഇന്ന് നടന്ന കേരള PSC സ്റ്റാഫ് നഴ്സിന്റെ DHS എക്സാം NCA കാറ്റഗറിയിൽ നടന്ന DHS എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് ഉണ്ടെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ കോഡ് 38/2021 ക്വസ്റ്റ്യൻ എ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ കോഡ് എ ആണ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Choose the correct statement. Angiotensin 2 prevents sodium reabsorption. Angiotensin 1 physiologically inactivate. Angiotensin 2 is precursor of angiotensin 1. Angiotensin is produced by the kidney. അല്ലെ? അപ്പൊ സിമ്പിൾ ആയിട്ട് അറിയാം, ആൻജിയോടെൻസിൻ 1 ഇനാക്റ്റീവ് ആണ്, അത് ആക്റ്റീവ് ആവണമെങ്കിൽ ആൻജിയോടെൻസിൻ 2 ആവണം അല്ലെ. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസ് ഉണ്ടെങ്കിൽ അല്ലെ. കറക്റ്റ് തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിലറി ടൈൽ ഓഫ് മാമറി ഗ്ലാൻഡ് അല്ലെ, അത് പഠിപ്പിച്ചതാണ്. ആക്സിലറി ഗ്ലാൻഡ് ഓഫ് മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ടൈൽ ഓഫ് സ്പെൻസ് കേട്ടോ. ടൈൽ ഓഫ് സ്പെൻസ് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ദ ഫോളോയിങ് ആർ ദ മേജർ ബ്ലഡ് വെസൽസ് വിച്ച് സപ്ലൈ ലിവർ എക്സെപ്റ്റ് അല്ലെ. അപ്പൊ പോർട്ട ഹെപ്പാറ്റിക്സ് വരത്തില്ല. പോർട്ട ഹെപ്പാറ്റിക്സ് കണക്റ്റഡ് ടു ഗോൾ ബ്ലാഡർ ആൻഡ് ഡിയോഡിനം ആണ് അല്ലെ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പഠിപ്പിച്ചതാണ്. അടുത്ത നെക്സ്റ്റിലോട്ട് വരാം. ദ ആന്റീരിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റീരിയർ എൻഡ് ഓഫ് ദ കോർപ്പസ് കലോസം. അപ്പം ബ്രെയിനിലെ ആന്റീരിയർ എൻഡ് എന്ന് പറയുന്നത് ജെനു ആണ് അല്ലെ. ജെനു മീൻസ് ദ ആന്റീരിയർ എൻഡ്, റോസ്റ്റം മീൻസ് ദ പോസ്റ്റീരിയർ എൻഡ്. ഓക്കെ, അപ്പൊ അത് പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബ്രാഞ്ച് ഓഫ് ബ്രേക്കിയൽ നെർവ് അല്ലെ. അപ്പൊ നമ്മൾ രാമു എന്നുള്ള കോഡ് ഇട്ട് പഠിച്ചതാണ്. അതിൽ റേഡിയൽ നെർവ് ഈസ് ദ ലാർജസ്റ്റ് ബ്രേക്കിയൽ ഫ്ലെക്സസ് അല്ലെ. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീ ലിവിംഗ് മൈക്രോബ്സ് ദാറ്റ് ലീവ്സ് ഇൻ എ ഡെഡ് ഓർ ഡീക്കേ ഓർഗാനിക് മാറ്റർ അല്ലെ. ഡെഡിലും ഡീക്കയിലും ലീവ് ചെയ്യുന്നത് സാപ്രോഫൈറ്റ്സ് ആണ് അല്ലെ. സാപ്രോഫൈറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ തന്നെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് എലിമിനേറ്റ് ചെയ്താണെങ്കിൽ ആൻസറിൽ എത്താം അല്ലെ. കമൻ സെൽസ് എന്ന് പറയുമ്പോൾ ഗട്ട് ഫ്ലോറയിൽ വരുന്ന നോർമൽ ആണ്. പാരസൈറ്റ്സ് ഇൻഡസ്റ്റൈനിൽ വരുന്ന ഇതാണ്. പതോജൻസ് ബോത്ത് എന്താണ്, ഡെഡിലും ലീവിലും എല്ലാം വളരും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ സാപ്രോഫൈറ്റ്സ് സിമ്പിൾ ആയിട്ട് ആൻസർ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് നോട്ട്സിലുണ്ട് കേട്ടോ. അടുത്ത നെക്സ്റ്റ് കമ്മ്യൂണിറ്റിയുടെ നോട്ട്സിൽ കിടപ്പുണ്ട്. ബാക്ടീരിയ വിത്ത് ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഇറ്റ്സ് വൺ എൻഡ്, ഇറ്റ് ഈസ് കോൾഡ് ലോപ്പോട്ടിക്കോസ് അല്ലെ. ലോപ്പോട്ടിക്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ബയോഹസാർഡ് സിമ്പിൾ ഓൺ എ സ്പെസിമൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബയോഹസാർഡ് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ, എക്സ്പ്ലോസീവ് എല്ലാത്തിനും ഒക്കെ ബയോഹസാർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ സ്പെസിമൻ എന്ന് പറഞ്ഞ എടുത്ത് പറയുന്നതുകൊണ്ട് സ്പെസിമൻ ഈസ് ആൻ ഇൻഫെക്ഷ്യസ്. അപ്പം പേഷ്യന്റ് ഹൈലി കണ്ടേജിയസ് ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിച്ചോളൂ. ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രസന്റ് ഓൺ എ പ്രൈമറി സോഷ്യൽ ഗ്രൂപ്പ്. പ്രൈമറി സോഷ്യൽ ഗ്രൂപ്പിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോക്സിമിറ്റി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദ പ്രോസസ് ബൈ സോഷ്യൽ ഓർഡർ ഈസ് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ. അപ്പൊ ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡർ ആണ്. സോഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ലാസ് അങ്ങനെയുള്ള കാര്യം അല്ലെ. അപ്പൊ അതെല്ലാം കംസ് അണ്ടർ സോഷ്യൽ കൺട്രോൾ അല്ലെ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് the statement is correct about cognitive dissonance. പഠിപ്പിച്ചില്ല. ഇറ്റ് ഈസ് എ ബൈ തിയറി ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ഡെവലപ്ഡ് ബൈ ഫെസ്റ്റിനർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. 11. 12, അക്കോർഡിംഗ് ടു ഫ്രോഡ് ആൻഡ് സൈക്കോളജി. ഫ്രോഡ് ആൻഡ് സൈക്കോളജി ഇസ് റിലേറ്റഡ് വിത്ത് പേഴ്സണാലിറ്റി ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതും നമ്മൾക്ക് പഠിപ്പിക്കാനുള്ള സബ്ജക്റ്റ് ആണ് കേട്ടോ. ആൾ എനർജി യൂസ് ടു പെർഫോമിംഗ് ദ വർക്ക് ഓഫ് പേഴ്സണാലിറ്റീസ് ഒബ്റ്റൈൻഡ് ബൈ ദ അൺകോൺഷ്യസ് ഇൻസ്റ്റിങ്ക്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇതിൽ വെച്ച് ആൻസർ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. വിച്ച് സൈക്കോളജിക്കൽ തിയറി എക്സ്പ്ലെയിൻ അബൌട്ട് ദ സ്കീസോ പാരനോയിഡ് പൊസിഷൻ ആസ് എ പാർട്ട് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് അല്ലെ.
അപ്പൊ എന്തായാലും അറിയാം ജസ്റ്റാൾട്ട് സൈക്കോളജീസ് വരത്തില്ല, ഇൻസൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ബിഹേവിയർ ലേണിംഗ് ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്താണ്. കോഗ്നിറ്റീവ് നമ്മൾ ഫോബിയയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ, ബിഹേവിയർ ഇമോഷൻ ആൻഡ് തോട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുത്താൽ തന്നെ നമുക്കറിയാം ആൻസർ ഇസ് ഒബ്ജക്റ്റ് റിലേഷൻ തിയറി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. അത് ബാക്കി 3 പഠിപ്പിച്ചിട്ടുണ്ട്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓപ്ഷൻ ഡി എന്ന കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സ്ട്രെസ്? നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതും പഠിപ്പിക്കാത്തതാണ്. അപ്പം പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ സ്ട്രെസ്സിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിൽ എത്താവുന്നതേ ഉള്ളൂ. അത് പറഞ്ഞുതരാം. അപ്പം ഡ്യൂറിങ് ദ അലാറാം റിയാക്ഷൻ ദ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഓഫ് ഫൈറ്റ് ആൻഡ് ഫൈറ്റ് സിൻഡ്രോം ആർ ഇനിഷ്യേറ്റഡ് അല്ലെ. ഫസ്റ്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു അലാം റിയാക്ഷൻ ആണ് അല്ലെ, അത് പഠിപ്പിച്ചതാണ്. കോഗ്നിറ്റീവ് അപ്രൈസൽ ഓഫ് ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ദ പേഴ്സൺ സിഗ്നിഫിക്കൻസ് ഓഫ് സ്ട്രെസ്ഫുൾ ഇവന്റ്സ് അല്ലെ. ഒരു സ്ട്രെസ്ഫുൾ മാനേജ് ചെയ്യണമെങ്കിൽ, സ്ട്രെസ് ഇവന്റ് നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം? കോഗ്നിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം? അതിനെ ഡീൽ ചെയ്ത് സോൾവ് ചെയ്യണം അല്ലെ. അതുപോലെ സെയിലി കോൾഡ് ജനറൽ റിയാക്ഷൻ ടു ദ ബോഡി സ്ട്രെസ് ദ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം അല്ലെ. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ജസ്റ്റ് പഠിപ്പിച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസർ ഓപ്ഷൻ ഡിയിലെത്താം. അക്കോർഡിംഗ് ടു ലാസസ് ഫോക്മാൻ ദ പ്രൈമറി അപ്രൈസൽ ഓഫ് ആൻ ഇവന്റ് ബീങ് പോസിറ്റീവ് ഔട്ട്കം ഇൻ ദ ഹോൾസ് ഓഫ് നോ സിഗ്നിഫിക്കൻസ് ഫോർ ദ ഇൻഡിവിജ്വൽ കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ ആയിട്ട് എടുക്കാം. ഇതിലൊന്നും തന്നെ സ്ട്രെസ്സിനെ പറ്റി സ്പെസിഫൈ ചെയ്തിട്ടില്ല ഫോർത്ത് ആൻസർ കീയിൽ, അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. prevent the unacceptable desires, thought or behavior from being expressed, exaggerating opposite thoughts by type of behavior. ഓപ്പോസിറ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഫോർമേഷൻ അല്ലെ. പിന്നെ റസ്ക്, റിഗ്രഷൻ, ചൈൽഡ്ഹുഡ്, റാഷണലൈസേഷൻ, റീസൺ, ഇൻട്രോജക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ എല്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇഗ്, ഐഡിയൽ ആൻഡ് ദ കോൺഷ്യൻസ് ആർ ദ 2 ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് സൂപ്പർ ഈഗോ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഇഗ്, ഈ ഐഡിയൽ ഈഗോ ആൻഡ് ദ കോൺഷ്യൻസ് ആർ ദ 2. അടുത്ത നെക്സ്റ്റ്. Emily Durkheim studied the individual interaction with the society in which she lived in the described the social category for suicide. Which of the following is not in the list? അല്ലെ, ഇത് പഠിപ്പിച്ചിട്ടില്ല. സൂയിസൈഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈഗോസിറ്റിക്, അനിയോണിക്, ആൾട്രുറിസ്റ്റിക്, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ആണ് വരുന്നത്. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്ന സൊസൈറ്റി സൂയിസൈഡ് ഇതിനകത്ത് വരത്തില്ല. എമിലി ഡർക്കിഹാം. ഓക്കെ, നെക്സ്റ്റ്. I make the choice because it is morally right and my duty to do so. The statement is an example of പഠിപ്പിച്ചതല്ല, it is by Kantianism ആണ് correct answer കേട്ടോ. Kantianism is the correct answer. Next, which is not an ego defense mechanism അല്ലെ. ഈഗോ ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് റാഷണൽ, റിഗ്രഷൻ, സബ്ലിമേഷൻ തുടങ്ങി 15ഓളം ഈഗോ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതിൽ ഒബ്സഷൻ വരത്തില്ല. ഒബ്സഷൻ ഈസ് എ ടൈപ്പ് ഓഫ് തോട്ട് സീൻ ഇൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. Consistent individual differences and behavior that are biologically based and rare relatively independent learning system values and attitude is called temperament of personality അല്ലെ. പേഴ്സണാലിറ്റിയിൽ പഠിക്കാനുള്ളതാണ് temperament of personality അല്ലെ. അപ്പൊ അവിടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ ദാറ്റ് ആർ ബയോളജിക്കലി ബേസ്ഡ് അല്ലെ. ബയോളജിക്കൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ സ്റ്റൈല് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ലേണിംഗ് സിസ്റ്റംസ് ഓഫ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, അത് വരുന്ന ടെമ്പറമെന്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത് പഠിപ്പിച്ചിട്ടുണ്ട്, സൈക്കോളജി നോട്ട്സിലുണ്ട്. വിച്ച് ഓഫ് ദ ഓർജിൻ ഈസ് സെറട്ടോണിൻ പാത്വേ ഇൻ ദ ബ്രെയിൻ അല്ലെ. സെറട്ടോണിൻ പാത്വേ ബ്രെയിൻ ഡീറ്റെയിൽ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് റാഫെ ന്യൂക്ലിയ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 22. യൂഫോറിയ, lethargy, somnolence, apathy, dysphoria, impaired judgment, pupillary constriction, drowsiness, slurred speech, constipation, nausea, decreased respiratory rate, blood pressure, intoxication features are the which substance? Answer is opioids. Opioid is the correct answer. Opioid is the correct answer. Next question. Which is the most suitable nursing diagnosis for a person who has abused alcohol, cannabis, of destructive behavior towards other and self, inability to meet basic needs, inability to meet role expectation, risk taking behavior. അപ്പം ഇവിടെ ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് ആണ് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ ആൽക്കഹോൾ, കനാബിയൻസ്, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയേഴ്സ് ടുവേർഡ്സ് അതേഴ്സ് ആൻഡ് സെൽഫ് എന്ന് പറയുമ്പോൾ കോപ്പിംഗ് മെക്കാനിസം ഓൾട്ടർ ചെയ്തു അല്ലെ. അവിടെ ആൻസർ ഈസ് ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് സ്കീസോഫീനിയ? അപ്പം ഓട്ടോകെതോട്ടസ് ഡെലൂഷൻസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കീസോഫീനിയ കറക്റ്റ് ആണ്. ആംബിവാലൻസ് ഈസ് എ സിംറ്റം അണ്ടർ സ്കീസോഫീനിയ, ഫസ്റ്റ് റാങ്ക് സിംറ്റം ഓഫ് സ്കീസോഫീനിയ തെറ്റാണ്. തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ ആസ് കൺസിഡേർഡ് ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കീസോഫീനിയ ശരിയാണ്. അതുപോലെ ട്രാഡി ഡിസ്കൈനീഷ്യ ഈസ് ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സ്കീസോഫീനിയ അത് തെറ്റാണ് അല്ലെ, അത് എക്സ്ട്രാ പിരമിഡൽ സിംറ്റം ആണ്. അപ്പൊ ആൻസർ 1 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഫസ്റ്റ് റാങ്ക് സിംറ്റത്തിൽ അംബിവാലൻസ് വരത്തില്ല അല്ലെ. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരാം. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കോഗ്നിറ്റീവ് സൈക്കോതെറാപ്പി അല്ലെ. അപ്പൊ കോഗ്നിറ്റീവ് സൈക്കോതെറാപ്പി ഒക്കെ നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. അവിടെ 3 കമ്പോണന്റ് എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്: ബിഹേവിയർ, ഇമോഷൻ ആൻഡ് തോട്ട് അല്ലെ. അത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ പേഷ്യന്റ് മോണിറ്റർ ഹിയർ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. അപ്പം ഒന്നാമത്തത് കിട്ടി. CBT is based on psycho analysis തെറ്റാണ്. ഇറ്റ് ഫ്രീ അസോസിയേഷൻ അബ്രാക്ഷൻ ആർ ദ ടെക്നിക് ഓഫ് CBT തെറ്റാണ്. ലേൺ ടു ഐഡന്റിഫൈ ഓൾട്ടർ ദ ഡിസ്ഫങ്ഷണൽ ബിലീഫ്സ് അല്ലെ. അപ്പം വീണ്ടും തോട്ട് കയറി വന്നു അല്ലെ. നമുക്ക് തോട്ട് കിട്ടുന്ന 2 ഓപ്ഷൻ 1 and 4 അല്ലെ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Paralysis occurs of the ocular muscle, diplopia, ataxia, somnolence, stupor are the characteristic features of അല്ലെ. ഇതെല്ലാം നമ്മൾ നാപ്കോ സിംറ്റംസ് ഓഫ് വെർണിക്സ് എൻസെഫലോപ്പതി എന്നുള്ളത് സൈക്കാട്രിയിൽ പഠിക്കും. വെർണിക്സ് എൻസെഫലോപ്പതി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്രൈറ്റീരിയ ഫോർ substance dependence include evidence of tolerance, evidence of withdrawal symptom, strong desire to take the substance, development of motivation to the behavior അല്ലെ. അപ്പൊ ഇവിടെ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ടോളറൻസ് നോക്കണം, വിഡ്രോവൽ നോക്കണം, ടോക്സിസിറ്റി നോക്കണം അല്ലെ, അതിന്റെ ക്രേവിംഗ് ഓഫ് ഇത് നോക്കണം. പക്ഷെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിപ്പെൻഡൻസുമായിട്ടല്ല, അത് റീഹാബിലിറ്റേഷനുമായിട്ടാണ് ഇമ്പോർട്ടൻസ് അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് മോട്ടിവേഷൻ ടു കോയറ്റ് ദ ബിഹേവിയർ എന്ന് പറയുമ്പോൾ കമ്മിറ്റൻ ടു റീഹാബിലിറ്റേഷൻ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇത് ആ ക്രൈറ്റീരിയയിൽ വരത്തില്ല. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചതാണ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A delusion of misidentifications characterized by a person delusion belief that an acquaintance, usually a spouse or other close family, has been replaced with identically looking imposter of several doves അല്ലെ. അപ്പൊ ഇത് നമുക്ക് വരുന്നത് ഡിസോസിയേഷൻ മെമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസോർഡർ ആണ്. ഇറ്റ് ഈസ് കോൾഡ് കാപ്ഗ്രാസ് സിൻഡ്രം കേട്ടോ. കാപ്ഗ്രാസ് സിൻഡ്രം സൈക്കാട്രിയുടെ നോട്ട്സിലുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു പപ്ലു കൺസെപ്ച്വൽ മോഡൽ അല്ലെ. പപ്ലു എന്ന് പറയുമ്പോൾ ഇന്റർപേഴ്സണൽ എന്നുള്ള കാര്യം മാത്രം ഓർത്തെടുത്താൽ മതി. ഹെൽപ്പിംഗ് ദ റിലേഷൻഷിപ്പ് എക്സ്റ്റാബ്ലിഷിംഗ് ത്രൂ ദിസ് ഇന്റർപേഴ്സണൽ ടെക്നിക് അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫോളോയിങ് ദ ഡ്രഗ് ഈസ് മോണോ അമിനോ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ അല്ലെ. INE എന്നുള്ള ലാസ്റ്റിൽ തുടങ്ങുന്ന ഡ്രഗ്സുകളെല്ലാം നമുക്ക് മോണോ അമിനോയിൽ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഫ്ലൂവാക്സാമിൻ അല്ല, ഫ്ലൂവാക്സെറ്റിൻ ആണ് വരുന്നത്. ഇത് ടൈൻസൈക്ലോപ്രാമിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A low pitched rattling sound resembling snoring heard auscultation over the bronchus is termed as rhonga is the correct answer അല്ലെ. അപ്പൊ നമുക്കറിയാം ലാർജ് എയർവേ ആണെങ്കിൽ സ്ട്രൈഡർ, സ്മോൾ എയർവേ ആണെങ്കിൽ റോങ്ക അല്ലെ, പഠിപ്പിച്ചതാണ്. ഹൈപ്പോവെന്റിലേഷൻ ക്യാൻ ലീഡ് ടു ആൻസർ ഇസ് റെസ്പിറേറ്ററി അസിഡോസിസ്. ഹൈപ്പോവെന്റിലേഷൻ ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി അസിഡോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമൽ pH of the blood 7.35 to 7.45. The most preferred site of intramuscular injection, vastus lateralis. The most അതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സസൈസ് ദാറ്റ് സ്ട്രെങ്തൻ ദ മസിൽ ഡു നോട്ട് റിക്വയർ ജോയിന്റ് മൂവ്മെന്റ് ആർ കാൾഡ് അല്ലെ. അപ്പൊ സ്ട്രെങ്തൻ ദ മസിൽ എന്നാണ് പറയുന്നത്. എക്സസൈസ് ദാറ്റ് സ്ട്രെങ്തൻസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ജോയിന്റ് മൂവ്മെന്റ്. അപ്പൊ മൂവ്മെന്റ് വരാത്തതെന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇറ്റ് ഈസ് കൈനറ്റിക് അല്ലെ. ഐസോകൈനറ്റിക് ഈസ് ദ കറക്റ്റ് ആൻസർ. പ്രൊട്ടക്ടിങ് ദ റൈറ്റ് ഓഫ് ക്ലയന്റ് ഡൂയിങ് നോ ഹാമിങ് പ്രിവെന്റിങ് ദ ഹാം ഈസ് കോൾഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് കോൾഡ് നോൺ മാലിഫെൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഡു നോട്ട് ഹാം ടു ദ പേഷ്യന്റ് ഈസ് നോൺ മാലിഫെൻസ്. ഹൈപ്പർ റെസോണൻസ് ഡ്യൂറിങ് പെർക്കഷൻ ഓൺ ദ ലങ് ഈസ് ലങ് ഇൻ ദ ഫീൽഡ് അല്ലെ. അപ്പൊ നോർമൽ റെസോണൻസ് എന്ന് പറയുമ്പോൾ നോർമൽ എയർ ഫീൽഡ് ആയിട്ടുള്ള ലങ്സും, ഹൈപ്പർ റെസോണൻസ് എന്ന് പറയുമ്പോൾ ന്യൂമോതൊറാക്സ്, ലങ്സിൽ എയർ ഫീൽഡ് കൂടി. ആൻസർ ഈസ് ന്യൂമോതൊറാക്സ്. ദ കംപ്രഷൻ ഓഫ് വെന്റിലേഷൻ റേഷ്യോ സിംഗിൾ അഡൽട്ട് CPR അല്ലെ. അഡൽട്ട് സിംഗിൾ ആയാലും ഡബിൾ ആയാലും എല്ലാം 30:2. ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഓഫ് സ്പ്രെയിൻ അല്ലെ. സ്പ്രെയിനെ നമ്മൾ റൈസ് പ്രിൻസിപ്പിൾ എന്നാണ് പഠിക്കുന്നത് അല്ലെ. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് ഇവാലുവേഷൻ. വിച്ച് കളർ കോഡ് കണ്ടെയ്നിങ് യൂസർ ഓഫ് ഡിസ്കാർഡ് സൈറ്റോടോക്സിക് അല്ലെ. ഇപ്പം കൊറോണ ആയതുകൊണ്ട് എല്ലാം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൈറ്റോടോക്സിക് ഈസ് ബൈ യെല്ലോ ആണ്, പഠിപ്പിച്ചിട്ടുണ്ട് നോട്ട്സിലുണ്ട്.
ഡയറ്റ് പ്രൊമോട്ട് ഗ്യാസ്ട്രിക് മ്യൂക്കോസ അല്ലെ, ഗ്യാസ്ട്രിക് അൾസർ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യലി എന്ത് കൊടുക്കണം പേഷ്യന്റിന്, സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെ, ഗ്യാസ്ട്രിക് ഇറിറ്റന്റ് കുറഞ്ഞിട്ടുള്ള ഡയറ്റ് ആയ ബ്ലാൻഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. അടുത്ത ബക്സ്ട്രാക്ഷൻ റിക്വയർഡ് ഫാച്ചർ ഹിപ്പ് ആസ് ആൻ ഓർഡർ ഓഫ് ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ സബ്ക്യൂട്ടേനിയസ്ലി. ദിസ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഫോർ പ്രിവെന്റിംഗ് ഓഫ് ഡി വി ടി അല്ലെ. ഇവിടെ അറിയാം ഡി വി ടി പ്രിവെന്റ് ചെയ്യുന്നതിന് ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ വരും അല്ലെ. ദ മോസ്റ്റ് പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഓഫ് അഗ്രാനുലോസൈറ്റോസിസ് അല്ലെ, അഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ബി സിയുടെ അളവ് കുറയുന്നു അല്ലെ. ദാറ്റ് ഒക്കേസ് ഡ്യൂ ടു ദ സൈഡ് എഫക്ട് ഓഫ് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ ഇൻഫെക്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോംബർഗ് ടെസ്റ്റ് അല്ലെ, റോംബർഗ് ടെസ്റ്റ് ഫോർ ബാലൻസ് ഓഫ് സെറിബെല്ലാർ ഫംഗ്ഷൻ ആണ്. അതിൽ നമ്മൾ സെറിബെല്ലാർ അറ്റാക്സിയ ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ടെമ്പററി പീരീഡ് ഓഫ് നോർമൽ പേഷ്യൻ ന്യൂറോളജിക്കൽ സ്റ്റാറ്റ് ഫോളോയിങ് എ ഹെഡ് ഇഞ്ചറി ഈസ് കോൾഡ് ലൂസ്ഡ് ഇന്റർവെൽ അല്ലെ. ഇപ്പൊ ടെമ്പറലി ലോസ് ഓഫ് കോൺഷ്യസ് പറയുന്ന ലൂസ്ഡ് ഇന്റർവെൽ അല്ലെ. അല്ലാത്ത കേസുകളിൽ ഡെലീറിയം പറയും. ഓക്കെ. കാർഡിയോ ഗ്ലൈക്കോസൈഡ് ആർ ദ ഡ്രഗ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് റിതം ആൻഡ് കൺട്രാക്ടിബിലിറ്റി ഓഫ് ദ ഹാർട്ട് റൈസ് ചെയ്യുന്നതാണ് കാർഡിയോ ഗ്ലൈക്കോസൈഡ് ആയ ഡിജോക്സിൻ അല്ലെ. അവിടെ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വൈൽ കെയറിംഗ് എ പേഷ്യന്റ് വിത്ത് സസ്പെക്ടഡ് ഡി വി ടി ദ നേഴ്സ് ഷുഡ് ടു, ഡി വി ടി ഉള്ള പേഷ്യന്റിന് സസ്പെക്ടഡ് ദേ ഷുഡ് നോട്ട് അല്ലെ, നേഴ്സ് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, മസാജ് ദ എക്സസൈസ് ടു ദ അഫക്റ്റഡ് ലിംബ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, the collapse of alveoli due to the obstruction of hyperventilation is called atelectasis is the correct answer. Which among the following breathing exercise is most beneficial for the patient with the COPD? COPD patients always pursed lip breathing ആണ് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെ. എ കണ്ടേജിയസ് ഡിസീസ് കോസ്ഡ് ബൈ ട്രിപ്പണിമ പാലേഡിയം അല്ലെ. ട്രിപ്പണിമ പാലേഡിയം എന്ന് കിട്ടുമ്പോൾ തന്നെ ആൻസർ ഇസ് സിഫിലിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അല്ലെ, സിമ്പിൾ ആയിട്ട് അറിയാം, ഇറ്റ് ഈസ് ബൈ ക്യൂലസ് മൊസ്കിറ്റോ, ഇൻഫെക്റ്റഡ് ക്യൂലസ് മൊസ്കിറ്റോ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്പൺ വൈൽ പോളിസി അപ്ലൈഡ് ഓൺ ഓൾ വാക്സിൻസ് അല്ലെ, സാധാരണ അപ്ലൈ ചെയ്യുന്ന ടി ടി, ഡി പി ടി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ. അപ്ലൈ ചെയ്യാത്തത് മീസൽസ് അല്ലെ, മീസൽസ് വാക്സിന് അപ്ലൈ ചെയ്യത്തില്ല. വേറെ ഒരു വാക്സിൻ കൂടെ ഉണ്ട്, ജസ്റ്റ് നോട്ട്സിലുണ്ട്. ഓക്കെ. ക്ലാസിക്കൽ ട്രയഡ് ഓഫ് കൺജനൈറ്റൽ റുബല്ല പഠിപ്പിച്ചതാണ്, ഡെഫ്നസ്, കാറ്ററാക്ട്, കാർഡിയാക് മാൽഫോർമേഷൻ അല്ലെ. അതിൽ പോളിഡാക്ലി അത് വരത്തില്ല. നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്കറിംഗ് ഇൻ എ ഡിഫറെന്റ് പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസിഡൻസ് അല്ലെ. ന്യൂ കേസ് ഈസ് ഇൻസിഡൻസ്. നാച്ചുറൽ ഫാമിലി മെത്തേഡ് ഇൻക്ലൂഡിംഗ് മെൻസ്ട്രൽ റെഗുലേഷൻ ഈസ് എ നാച്ചുറൽ, ഇത് ബേസൽ ബേഡി ടെമ്പറേച്ചർ, സിംബോതെർമിക്, ഇതെല്ലാം നാച്ചുറൽ ആണ്. ബില്ലിംഗ് ഓവുലേഷൻ എന്ന് പറയുമ്പോൾ ഓറൽ പിൽസ് വെച്ച് വരുന്നതാണ്, ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. വൈറസ് വിഷ്വൽ ഇൻസ്പെക്ഷൻ ഓഫ് 5% അസറ്റിക് ആസിഡ് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ, അപ്പം നമ്മൾ അറിയാം പാസ്മിയർ, പാപ്പിനോസ് കോളൻ സ്മിയർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, അതിൽ ആസിഡ് വെച്ച് ഫിക്സ് ചെയ്യും അല്ലെ. അതും പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് സെർവിക്കൽ ക്യാൻസർ ഈസ് ദ കറക്റ്റ് ആൻസർ. സെർവിക്കൽ ക്യാൻസറിലാണ് സ്ലൈഡ് എടുത്ത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ദ കണ്ടിന്യൂസ് സ്ക്രൂട്ടണി ഓഫ് ഫാക്ടർ ഓഫ് ഡിറ്റർമിൻ ദ ഒക്യുറൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസീസ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് സ്ക്രൂട്ടണി എന്നുള്ള ഒരേ ഒരു വേർഡ് മാത്രം കിട്ടിയാൽ മതി അല്ലെ. സർവൈലൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താം അല്ലെ. ഇവിടെ സ്ക്രൂട്ടണി എന്നുള്ള ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ സർവൈലൻസ്. ഹെമറാജിക് ഡിസീസ് ന്യൂബോൺ പ്രിവെന്റഡ് ബൈ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വൈറ്റമിൻ കെ അല്ലെ. വെരി സിമ്പിൾ. ബോഡി മാസ് ഇൻഡെക്സ് പഠിപ്പിച്ചതാണ്, വെയിറ്റ് ഇൻ കിലോഗ്രാം ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. എഗ് കണ്ടെയ്ൻ ഓൾ ദ ന്യൂട്രിയന്റ്, എഗ്ഗിലില്ലാത്തത് വൈറ്റമിൻ സിയുടെ അളവിൽ അല്ലെ. വാട്ടർ സോലുബിൾ വൈറ്റമിൻസിൽ വൈറ്റമിൻ സി ഡെഫിഷ്യന്റ് ആണ് ഇതിൽ എഗ്ഗിൽ അല്ലെ. അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ന്യൂട്രീഷൻ നോട്ട്സിലുണ്ട്. ഓക്കെ. ക്ലിനിക്കൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ അക്കോർഡിംഗ് ടു വെൽക്കംസ് ക്ലാസിഫിക്കേഷൻ പീഡിയാട്രിക്സിൽ വരുന്നതാണ്. അണ്ടർ വെയ്റ്റ് കാഷ്യോർക്കർ, മരാസ്മസ്, മരാസ്മിക് കാഷ്യോർക്കർ എന്ന രീതിയിൽ എഡിമ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് വെൽക്കം ക്ലാസിഫിക്കേഷൻ അല്ലെ. ഇവിടെ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Question number 62. Progressive non-bilous vomiting after feeding of the neonatal period is a classical finding of pyloric stenosis is the correct answer. Next, the major complication that may develop during the acute phase of glomerulonephritis. Acute phase il എന്തുണ്ടാവുന്നു, there is a hypertension ഉണ്ടാവുന്നു, multi organ damage ഉണ്ടാവുന്നു അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ hypertensive encephalopathy is the correct answer. അടുത്ത കൺജനൈറ്റ് ഹാർട്ട് ഡിസീസ് വിച്ച് ദ ബ്ലഡ് പ്രഷർ ഓഫ് ദ ലെഗ് മച്ച് ലോവർ ദാൻ ബ്ലഡ് പ്രഷർ ഇൻ ദ റൈറ്റ് ആം അല്ലെ. അപ്പം അപ്പർ എക്സ്ട്രിമിറ്റി ലോവർ എക്സ്ട്രിമിറ്റിയിൽ ബ്ലഡ് പ്രഷർ പൾസ് റേറ്റ് എല്ലാം ഡിഫറൻസ് വരുന്നത് കൊയാറ്റേഷൻ ഓഫ് അയോട്ട പഠിപ്പിച്ചതാണ്. ഓക്കെ. ചിൽഡ്രൻ വിത്ത് സിക്കിൾ സെൽ ഡിസീസ് പ്രസന്റ് വിത്ത് റെറ്റിക്കുലോസൈറ്റോപീനിയ ദ ഫസ്റ്റ് കൺസിഡറേഷൻ ഷുഡ് ബി ഗിവൻ വിത്ത് ഇൻഫെക്ഷൻ വിത്ത് പാർവോ വൈറസ് അല്ലെ. സിക്കിൾ സെല്ലിന്റെ നോട്ട്സിൽ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോണം കേട്ടോ.
അക്കോർഡിംഗ് ടു ജീൻ പീജറ്റ് കൺജനൈറ്റൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് പ്രീ സ്കൂൾ അല്ലെ സെൻസോറി മോട്ടൽ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് പ്രീ സ്കൂൾ ഒക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് എ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലോട്ട് മാറും അല്ലെ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ബ്ലഡ് സ്റ്റഡി ദ ചൈൽഡ് വിത്ത് മാപ്പിൾ സിറപ്പ് യൂറിൻ അല്ലെ മാപ്പിൾ സിറപ്പ് യൂറിൻ അപ്പിയറൻസ് ഇൻ എലിവേറ്റഡ് ലെവൽ ഓഫ് വാലിൻ അല്ലെ എലിവേറ്റഡ് ലെവൽ ഓഫ് വാലിൻ ഇൻ ദ യൂറിൻ. ഓക്കെ, നെക്സ്റ്റ് സ്കോളിയോസിസ് അല്ലെ ലാറ്ററൽ കർവേച്ചർ ഓഫ് ദ സ്പൈൻ ഈസ് സ്കോളിയോസിസ്. എ ഡിസോർഡർ ഇൻ വിച്ച് ദർ ഈസ് എ പ്രോബ്ലം വിത്ത് റീഡിംഗ് ഓഫ് ഡെസ്പൈറ്റ് ഓഫ് നോർമൽ ഇന്റലിജൻസ് അല്ലെ. അപ്പൊ കാൽക്കുലേഷൻ മാത്സ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡിസ്ലെക്സിയ അല്ലെ. ഉദാഹരണം സുജാത എന്നുള്ള സിനിമയുടെ ഇതിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഈസ് ഇനിഷ്യേറ്റീവ് ഈസ് കറക്റ്റ് അല്ലെ. അപ്പം ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവിൽ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി വരും, ഓൺ ഡിമാൻഡ് ഫീഡിംഗ് വരും, നോർമൽ ഡെലിവറി ഹാഫ് ആൻ അവർ, ആഫ്റ്റർ സിസേറിയൻ 4 hours കഴിഞ്ഞൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 and 3 ആണ് അല്ലെ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനിഷ്യേറ്റ് ബ്രീഡിംഗ് വിത്തിൻ 4 hours ഓഫ് ബർത്ത് പറയുന്നില്ല, അത് സാധാരണ സിസേറിയൻ ആണ് പറയുന്നത്. ഓക്കെ, പ്രസൻസ് ഓഫ് ഗ്യാസ് ഇൻ ദ ഫീറ്റൽ ലാർജ് വെസൽസ് ഈസ് നോൺ ആസ് അല്ലെ. ഇൻട്രാ യൂട്രൈൻ ഡെപ്തിൽ നമ്മൾ കുറെ സയൻസ് പഠിക്കും, അതിലുള്ളതാണ് റോബോട്ട് സൈൻ, ഓൾറെഡി നോട്ടിലുള്ളതാണ് അല്ലെ. അടുത്ത ഒളിഗോ ഹൈഡ്രാമിനേസ് അല്ലെ. ഒളിഗോ ഹൈഡ്രാമിനേസ് എന്ന് പറയുമ്പോൾ ഫീറ്റസിൽ യൂറിൻ പ്രൊഡക്ഷൻ കുറവ്, അവിടെ എന്തുണ്ടാവുന്നു അമ്നിയോട്ടിക് ഫ്ലൂയിഡ്സിന്റെ അളവ് കുറയുന്നു. ഒളിഗോ ഹൈഡ്രാമിനേസ് കോസിസ് റീനൽ ഏജൻസി. വിച്ച് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ ഫീറ്റസിന് 8th cranial nerve ഡെഫ്നെസ് ഉണ്ടാക്കുന്ന ഡാമേജ് ഉണ്ടാക്കുന്നു സ്ട്രെപ്റ്റോമൈസിൻ. പെൽവിക് യോർഗൻ പ്രൊലാപ്സ് ലാക്സിസിറ്റി ഓഫ് ലോവർ യു അല്ലെ. ലാക്സിസിറ്റി ആണ് ഇവിടുത്തെ കീവേഡ്. ലോവർ തേർഡ് ഓഫ് ആന്റീരിയർ വജൈന വാൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂറിത്രോസീൽ കേട്ടോ. യൂറിത്രോസീൽ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് വിച്ച് യൂസ്ഡ് ഫോർ ഓവുലേഷൻ ഇൻഡക്ഷൻ അല്ലെ. ഓവുലേഷൻ ഇൻഡ്യൂസ്ഡ് ഡ്രഗ് എന്ന് പറയുന്ന ക്ലോമഫിൻ സിട്രേറ്റ് ആണ് കേട്ടോ. ക്ലോമഫിൻ സിട്രേറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഷാർപ്പ്ഡ് ബ്രിം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആന്ത്രോപോയിഡ് പെൽവിസ് അല്ലെ. ഷാർപ്പ് ആയിട്ടുള്ള ബ്രിം വരുന്നത് ആന്ത്രോപോയിഡ് പെൽവിസ്, വൈഡ് വരുന്ന ഗൈനക്കോയിഡ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് റിഗാർഡിംഗ് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി അല്ലെ. അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറിയിൽ ബേബി ഷുഡ് ബി ഹെൽഡ് ഓൺ ഫീമോ പെൽവിക് ഗ്രിപ്പ് കറക്റ്റ് ആണ്. അവോയ്ഡ് ട്രാക്ഷൻ, ഡെലിവർ ബ്രീച്ചിൽ ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യും. ലൂപ്പ് ഓഫ് കോഡ് ഷുഡ് ബി ഡ്രോൺ, അതെല്ലാം കറക്റ്റ് ആണ്. ഇവിടെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കീപ് ദ ബേബി ബാക്ക് ഓൾവേസ് പോസ്റ്റീരിയർ അല്ല കീപ്പ് ചെയ്യുന്ന, ആന്റീരിയറിൽ ലാറ്ററലി ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് യൂട്രൈൻ കൺട്രാക്ഷൻ ദ അപ്പർ പോൾ contracts while lower pole contracts and dilate. This coordination between upper pole and lower pole uterus is termed as polarity അല്ലെ. polarity of uterus എന്ന് പറയുമ്പോൾ it is a ന്യൂറോ മസ്കുലാർ ഹാർമണി അല്ലെ. ഹാർമണി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോൾഡിംഗ് ഓഫ് ഫീറ്റസ് സ്കൾ 2 പോസിറ്റീവ് വെർട്ടെക്സ് അറ്റ് 2 സ്റ്റേഷൻ അല്ലെ. വെർട്ടെക്സ് 2 എന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടി, 2 cm ബിലോ എന്നുള്ള ഓപ്ഷൻ കിട്ടി. പിന്നെ ഓൾറെഡി മോൾഡിങ്ങും +2 ആയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, സ്കള്ളിൽ ഓവർലാപ്പിംഗ് ചെയ്തു അല്ലെ, ആൻഡ് റെഡ്യൂസബിൾ ഫോമിൽ ആണ് അല്ലെ. റെഡ്യൂസബിൾ ഫോം ആണ്. അവിടെ ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതൊക്കെ നോട്ടിലുള്ളതാണ്. പാൽപ്പബിൾ അറ്റ് ദ ലെവൽ ഓഫ് അംബിലിക്കസ് അറ്റ് 24. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗോൾ ഓഫ് കണ്ടക്ടിങ് നേഴ്സിംഗ് റിസർച്ച് പഠിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ബേസ്ഡ് നേഴ്സിംഗ് പ്രാക്ടീസ്. വിച്ച് ഫോം ഓഫ് റീസണിങ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് അല്ലെ. ഇറ്റ് ഈസ് ഡിഡക്റ്റീവ് റീസണിങ് അല്ലെ. ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്നുള്ള രീതിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾ റൗണ്ട് ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഇറ്റ് ഈസ് ബൈ മഹാത്മാഗാന്ധി ഈസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് അല്ലെ. പ്രോഗ്രാംഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സെൽഫ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. മൈക്രോ ടീച്ചിങ് സ്മോൾ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടീച്ചർ കൊടുക്കുന്ന സ്റ്റിമുലേഷൻസും റോൾ പ്ലേയും സിമിലർ ആണ്. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ അവിടെ കാണിക്കുന്നതാണ് സ്റ്റിമുലേഷൻ ആൻഡ് റോൾ പ്ലേ. എല്ലാം പഠിപ്പിച്ചതാണ്. വെരി ഇമ്പോർട്ടൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെ. മെഷർ ഓഫ് ഡിസ്പേർഷൻസ് എടുക്കുമ്പോൾ മീന് അല്ലെ, മെഷർ ഓഫ് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മോഡ് ഡീവിയേഷൻസ് എല്ലാം വരും. അപ്പം എക്സെപ്റ്റ് എടുക്കുമ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സാമ്പിളിംഗ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ
Sampling error can be selecting a large sample based on a random sample, selecting a large sample based on convenience sample, selecting a small sample based on convenience sample, selecting a sample by small percent. അപ്പൊ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത് സെലക്ടിങ് എ ലാർജ് സാമ്പിൾ ബേസ്ഡ് ഓൺ എ റാൻഡം സാമ്പിൾ അല്ലെ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്നിക് യൂസ്ഡ് ടു സെവറൽ റൗണ്ട്സ് ഓഫ് ക്വസ്റ്റ്യൻ ടു സി കൺസീനിയസ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്ട്. ഇറ്റ് ഈസ് കോൾഡ് ഡെൽഫി ടെക്നിക്സ്. ഡെൽഫി ടെക്നിക്സ് ആണ് വരുന്ന. അടുത്ത നെക്സ്റ്റ്, ഇസ് ദ പ്ലാൻ ഓഫ് ഹൗ ടു റിസർച്ച് സ്റ്റഡി വിൽ ബി കണ്ടക്ട് അല്ലെ. പ്ലാനിങ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ഓഫ് ദ റിസർച്ച് എന്നുള്ള രീതിയിൽ പഠിക്കും. ഇറ്റ് ഈസ് കോൾഡ് റിസർച്ച് ഡിസൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഡാഷ് ഒക്കേസ് വെൻ സ്റ്റുഡന്റ് പാർട്ടിസിപ്പന്റ് റെസ്പോണ്ട് ടു സർട്ടൻ മാനർ ബിക്കോസ് ദേ ആർ അവെയർ ദാറ്റ് ദേ ആർ ബീങ് ഒബ്സർവ്ഡ് അല്ലെ. അപ്പൊ ഇവിടെ സൂപ്പർവിഷൻസിൽ ചെയ്യുമ്പോൾ വരുന്ന റോങ് എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഹോത്രോൺ എഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ ഒബ്സർവേഷനിൽ വരുന്ന ബയാസ് എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. ദ ടൈപ്പ് ഓഫ് റിലയബിലിറ്റി വിച്ച് അഡ്രസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഓൾ ദ ഐറ്റംസ് ഇൻ ദിസ് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ദ സെയിം വേരിയബിൾ അല്ലെ. എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ഇന്റേണൽ കൺസിസ്റ്റൻസി. ദ ടൈപ്പ് ഓഫ് റിലയബിലിറ്റി which address the stability to which all the items in an instrument measures the same variable is called internal. Example of a single use plan. Single use plan is program. Single use plan is called program. Civil wrong committed by one person against another. It is called tort. Tort is a civil case. Select on the job training method. Job training method is means by job rotation. Job rotation is the job training method. Most preferred leadership style in reason. It is democratic leadership. Democratic, freedom of employees. Okay. അപ്പൊ എംപ്ലോയീസിന് ഡിസിഷൻ എടുക്കാം, സൂപ്പർവൈസിനോട് സജഷൻ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രിഫേർഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയാം അല്ലെ. ഫിഡിലിറ്റി അല്ലെ, കീപ് ദ പ്രോമിസ്, ബീങ് ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ കീപ് പ്രോമിസ്. നമ്പർ ഓഫ് സബോർഡിനേറ്റ് ആൻഡ് സൂപ്പർവൈസ് കാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ് is termed as principle of administration span of control. Span of control is the correct answer. Statement of organization in long term aspiration is the vision. Organization the long term aspiration എന്ന് പറയുന്നതാണ് വിഷൻ അല്ലെ. ഒബ്ജക്റ്റീവിനെ നമ്മൾ മിഷൻസ് എന്ന് പറയും. ഓക്കെ. കൺസ്യൂമബിൾ ഐറ്റംസ് ആർ ജനറലി ടേംഡ് ആസ് ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് സപ്ലൈസ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. സപ്ലൈസ് ഈസ് ദ കറക്റ്റ് ആൻസർ. An inventory management technique based on the critically item. Critically is based on BED analysis is the correct answer. Okay. Primary health center were developed in India under the recommendation of Bohr committee. അല്ലെ. PSCയുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ PSC തുടങ്ങുന്നു. നേഴ്സുമാർക്ക് നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആദ്യത്തെ ഏറ്റവും നല്ല കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ബോർ കമ്മിറ്റി. നല്ലതുപോലെ പഠിപ്പിച്ചതാണ് കേട്ടോ. ഇതിൽ ഓൾമോസ്റ്റ് 80 above ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ്. 80 above ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പം വലിയ പ്രോബ്ലം ഒന്നുമില്ല. എക്സാം സിമ്പിൾ ആയിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. എനിവേ ഇറ്റ് ഈസ് ആൻ ആവറേജ് ലെവൽ. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.